ചൂടിന് പിന്നാലെ സംസ്ഥാനത്ത് വലിയ ആശങ്കയായി മാറുകയാണ് പാമ്പ് ശല്യം. അതിരൂക്ഷമാണ് പാമ്പ് ശല്യം. 12-ലധികം പേരാണ് ഇന്നലെ മാത്രം ഒരൊറ്റ ദിവസം പാമ്പ് കടിയേറ്റ് ചികിത്സ തേടിയത്. താലൂക്ക് തലം മുതലുള്ള എല്ലാ ആശുപത്രികളിലും ആന്റി സ്നേക് വെനം ലഭ്യമാക്കിയെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. രോഗലക്ഷണവും ലാബ് റിപ്പോർട്ടും അടിസ്ഥാനമാക്കി പ്രോട്ടോകോൾ പ്രകാരം ചികിത്സ ലഭ്യമാക്കും. അതേസമയം ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി കായംകുളത്ത് പാമ്പുകടിയേറ്റ് മരിച്ച സെലീനയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. സെലീനയ്ക്ക് ആശുപത്രി നൽകിയ പ്രാഥമിക ശുശ്രൂഷയിൽ വീഴ്ച ഉണ്ടായെന്നാണ് ആരോപണം. ഗോപാൽ ഷീലാസനലും ഷബാസ് അഹമ്മദും ചേരുന്നു. ആദ്യം ഗോപാലിലേക്ക് പോവുകയാണ്. ഗോപാൽ, ചൂടിന്റെ അതിരൂക്ഷമായിട്ടുള്ള സാഹചര്യം, അതിന് പിന്നാലെയാണ് ഈ പാമ്പ് ശല്യം കൂടി രൂക്ഷമാകുന്നത്. ഇന്നലെ നമുക്കറിയാം, ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെയാണ് മറ്റു സ്ഥലത്തു നിന്നും ഈ തരത്തിലുള്ള പാമ്പ് കടിയേറ്റു എന്നുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 12-ലധികം പേർക്ക് ഇന്നലെ മാത്രം പാമ്പ് കടിയേറ്റു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആതിര, ഷിഹാസ്, കാരണം വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ട സാഹചര്യമുണ്ട്. കാരണം വേനലിന്റെ ചൂടും സഹിക്കണം, മറുവശത്ത് ഇത്തരത്തിൽ പാമ്പുകളെ പേടിക്കേണ്ട ഒരു സ്ഥിതിയുമുണ്ട്. ഇന്നലത്തെ മാത്രം കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ദിവസം മാത്രം 12 പേരാണ് പാമ്പുകടിയേറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടിയത്. അത് മാത്രമല്ല 9 പേർ പാമ്പുകടി ഏറ്റോ എന്ന സംശയം സൂചിപ്പിച്ചുകൊണ്ട് ആശുപത്രികളിൽ എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കൃത്യമായി ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് വിദഗ്ധർ ഈ വിഷയത്തിൽ നൽകുന്ന ഒരു മുന്നറിയിപ്പ്. കാരണം ഈ പാമ്പുകൾ ശീതരക്തമുള്ള ജീവികളാണ്. അതുകൊണ്ട് തന്നെ വേനൽ കടുത്താൽ, ചൂട് ഉയർന്നാൽ ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ പുറത്തേക്കിറങ്ങുന്നതും പരക്കം പായുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഈ പാമ്പുകൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ പാമ്പുകൾ വീടുകളിലോ സ്ഥാപനങ്ങളിലോ മനുഷ്യവാസമുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലോ കയറിയിരിക്കാൻ സാധിക്കാത്ത തരത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നതാണ് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്. അതിന് പ്രധാനപ്പെട്ടതായി ചില കാര്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ പൊതുസ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വീടുകളും സ്ഥാപനങ്ങളുമുള്ള ഇടങ്ങളിൽ കാടുകളും വള്ളിപ്പടർപ്പുകളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധ പുലർത്തണം. നമ്മൾ തന്നെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. കാരണം പാമ്പുകൾ ധാരാളമായി പുറത്തിറങ്ങുന്നുണ്ട്. അവ തണുപ്പ് തേടിയൊക്കെയാണ് നമ്മുടെ വീടിന് ചുറ്റും വരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ വീടും പരിസരമൊക്കെ ശുചിയാക്കി ഇടുക എന്നുള്ളതാണ്. ഷബാസിലേക്ക് കൂടി പോകുന്നു. ഷബാസ്, അപ്പോൾ അതിനിടയിലാണ് ഈ ആശുപത്രികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന, ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകൾ കൂടി നമുക്ക് ഒരു പേടിയായി മാറുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കായംകുളത്ത് പാമ്പ് കടിയേറ്റ് മരിച്ച സെലീനയുടെ ബന്ധുക്കൾ അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അവർ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകുമെന്ന് കേൾക്കുന്നു. എന്താണ് അവരുടെ നീക്കങ്ങൾ? ഷിയാസ്, കായംകുളത്ത് 42-കാരിയായ സെലീന പാമ്പ് കടിയേറ്റ് മരിച്ചതിൽ കുടുംബം കൂടുതൽ നിയമ നടപടിക്കും പരാതിക്കും ഒരുങ്ങുകയാണ്. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകാനിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സെലീനയ്ക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിൽ വീഴ്ച പറ്റിയെന്നുള്ള ആരോപണമാണ് കുടുംബത്തിനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് വൈകുന്നേരം 7:30യോടുകൂടി വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് മടങ്ങിയ സെലീനയെ പാമ്പ് കടിക്കുന്നത്. പിന്നീട് കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ ആന്റിവെനം നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ആന്റിവെനം നൽകുന്നതിലടക്കം വൈകിപ്പിക്കൽ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ആശുപത്രി അധികൃതർ ഇക്കാര്യങ്ങൾ നിഷേധിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ പാമ്പ് കടിയേറ്റതിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആന്റിവെനം നൽകുന്നതിൽ ഒരു വൈകൽ, അല്ലെങ്കിൽ അത് താമസിപ്പിച്ചത് എന്നാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. എന്നാൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഈ പ്രാഥമിക പരിശോധനയിൽ തന്നെ ശരീരത്തിൽ പാമ്പ് കടിയേറ്റതിന്റെ പാടുകൾ സെലീനയ്ക്കുണ്ട് എന്ന് തന്നെ വ്യക്തമായിരുന്നു. കൂടുതൽ പരിശോധനകൾക്കായി കൂടുതൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമിക പരിശോധനയിൽ സെലീനയ്ക്ക് പാമ്പ് കടിയേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ആശുപത്രിയുടെ വാദം അതോടുകൂടി പൊളിയുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എന്നാൽ ഈ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിക്കൊണ്ട് ഈ ആശുപത്രിക്കെതിരെയുള്ള ആരോപണം സജീവമാക്കിക്കൊണ്ട് ഇവർക്കെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യം തന്നെയാണ് കടുത്ത ആരോപണങ്ങൾ ഈ കുടുംബത്തിനുണ്ട്, പരാതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെലീനയുടെ കുടുംബം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനുള്ള ആലോചനയിലാണുള്ളത്.